ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മുതിര പുഴുങ്ങിയതാണ്. അതിനായിട്ട് ഞാൻ ഈ ഒരു അളവിലാണ് കേട്ടോ മുതിര എടുത്തിട്ടുള്ളത്. ഇത് തലേ ദിവസം തന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ലപോലെ കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് കുക്കറിൽ ഒരു 2-3 വിസിലടിപ്പിച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ദേ മുതിരയൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ ഇത്രയാണ് കേട്ടോ ശർക്കരപ്പാനി എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മധുരത്തിന് അനുസരിച്ചാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു മുതിര പുഴുങ്ങിയതിന് ഒത്തിരി മധുരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു ചെറിയ മധുരത്തോടു കൂടിയാണെങ്കിലും നമുക്ക് കഴിക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കണമെങ്കിലാണ് കേട്ടോ ഇത്രയും ശർക്കരപ്പാനി ചേർക്കുന്നത്. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് തിളയ്ക്കട്ടെ. ഇനി ഇതിലേക്ക് ഒരല്പം ജീരകം ചേർത്ത് കൊടുക്കാം. നമ്മൾ ജീരകം പൊടിച്ചതല്ല, അല്ലാതെ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ബൗള് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല പോലെ ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ മുതിരയൊക്കെ തയ്യാറാക്കി കഴിക്കണം കേട്ടോ. ഇത് നമ്മുടെ ശരീരത്തിൽ ഒത്തിരി ഗുണങ്ങൾ തരുന്നതാണ്. കർക്കിടക മാസത്തിൽ നിന്നല്ല, എപ്പോഴും ഇതുപോലെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ദഹനത്തിൽ മെച്ചപ്പെടുത്തുന്നതിനും ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ചീത്ത കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ നമുക്കുണ്ടാകുന്ന കൈകാല് വേദന ഇതൊക്കെ ഒരു പരിധിവരെ മാറ്റി നിർത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ദേ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു അളവിലാണ് കേട്ടോ വറ്റിച്ചെടുക്കുന്നുള്ളൂ. തീരെ അങ്ങ് ഡ്രൈ ആക്കി എടുക്കണില്ല. അപ്പോൾ മുതിര പുഴുങ്ങിയത് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. മാത്രമല്ല ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.